സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തെ ലാസ്റ്റ് നിമിഷത്തിൽ കൊല്ലിയ നാള് അതിനിടയ്ക്ക് തന്റെ ഖിലാഫത്തിൽ പിന്നെ എന്തെല്ലാം പ്രായത്തിൽ നടക്കണോ എല്ലാ വിഷയവും വ്യക്തമായിട്ടും ആക്കിട്ടേ മരിക്കണ റെഡിയായ പോലെ റെഡിയായ ആളായിരിക്കരുത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഖിലാഫത്ത് നസ്തിക്ക് വൈസ് പാർട്ടറെ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ പേരിലായിട്ട് അങ്ങനെ ഉമർ ഖത്താബിനെ സെപ്പറേറ്റ് ആയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് ഇന്നി മുസ്തഖ്ലിഫുക മിൻ ബഅദി, ഉമറെ ഇനിപ്പ നന്റെ പ്രതിനിധിയായിട്ട് നിങ്ങായിട്ടിരിക്കുന്ന പണ്ട് എന്നെ നന്റെ പ്രതിനിധി നിങ്ങായിട്ടിരിക്കുന്നു ആയ കാരണത്തില ഒന്നാമത് നിങ്ങൾക്ക് ഇതൊക്കെ ചൊല്ലണമെങ്കിൽ എന്തിനാ ചെന്നിട്ടായെങ്കിൽ ഇത്തഖുള്ള അള്ളാഹുവിനെ നിങ്ങൾ പേടിക്കണം. കാരണം എന്താ ചെന്നിട്ടായെങ്കിൽ നെക്സ്റ്റ് ഇനി റായത്തെ അധികാരം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കോ നിങ്ങൾ ഗവർണറായിട്ട് പറയുമ്പോഴത്തേക്കോ നിങ്ങളുടെ മനസ്സിലെന്തും വന്നു പോകണ്ട. അള്ളാഹുടെ ഒരു പേടി മെയിനായിട്ട് നിങ്ങളെ കൽപ്പിൽ വേണം. പടച്ചുറമ്പുടെ പേടി അതൊരിക്കലും നിങ്ങൾ മറന്നു പോകണ്ട. ചൊന്നിട്ടു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിട്ട ദൈവാനിട്ട് ചൊല്ലുന്ന ഒരു ഉപദേശങ്ങ ഇമാമിങ്ങ അതിനെടുത്തു ധരിക്കാറ്. അങ്ങനെ ചൊല്ലു വായിലും ഉമറെ ഒരു വിഷയം അർത്ഥാക്കണോ, അന്നലില്ലാഹി അമലൻ ബിന്നഹാരി ലാ യഖ്ബലുഹു ബില്ലൈൽ. ചില കാര്യങ്ങൾ അല്ലാഹു തആലക്ക് ഓർമ്മണമേ ആക്കി തീർക്കണം. അത് ജാമനാക്കിണ്ടെങ്കിൽ അല്ലാഹു അത് സ്വീകരിക്കണം. ചില വിഷയങ്ങൾ പോലാക്കണായ സ്വറ പോലെ ആക്കിയിട്ട് തീർക്കണം. അതിലെ ജാവാക്കികൾ പടച്ചുറപ്പ് അതിനെ സ്വീകരിക്കണം. എന്നിട്ട് ചൊല്ലു വഅമലൻ ബില്ലൈലി ലാ യഖ്ബലു ബിന്നഹാർ. ചില വിഷയങ്ങൾ ജാവുകയാക്കുമ്പോ ആ അമലിന അതിനെ പോൽമനാക്കിണ്ടെങ്കിൽ അല്ലാഹു അത് സ്വീകരിക്കണം. അങ്ങനെ ജാവാക്കുള്ള സ്വർത്തെ പോൽമണ നിങ്ങൾ ബീക്കണ്ട, പോലാക്കുള്ള സ്വർത്തെ ജാവുകും ബീക്കണ്ട. അണ്ടണ്ടുള്ള സ്വർത്തെ അപ്പപ്പുള്ള സ്വർത്തെ അത് അപ്പപ്പമേ ആക്കി തീർക്കണം ചെന്നിട്ടായിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിനെ ചൊല്ലി നാലാക്കുക നാലക്കളിയാക്കുക അല്ല കുറേ നാരകളിയിട്ട് അതൊന്നും ബയിക്കണ്ട. അപ്പപ്പുള്ള സ്വർത്തെ അത് അപ്പപ്പമേ ആക്കി തീർക്കണം ചെന്നിട്ടായിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഉഷാറില്ലാണ്ട് കിടക്കുന്ന സന്ദർഭത്തില് ഉമർ ഖത്താബിനെ വിളിച്ചു കൊടുക്കുന്ന ഉപദേശമായിട്ട് എന്നിട്ട് ഉമർ ഖത്താബിനെ ചൊല്ലു വഅന്നഹു ലാ യഖ്ബലു നാഫിലതൻ ലാ യുഖ്ബലു നാഫിലത്തുൻ ഹത്താ തുവദ്ദ ഫരീള. ഉമറെ അല്ലാഹു ഞങ്ങളെ ഫർള് സ്വീകരിക്കുന്നുണ്ടായെങ്കിൽ അല്ലാഹു ഞങ്ങളെ സുന്നത്ത് സ്വീകരിക്കുന്നുണ്ടായെങ്കിൽ ഫർളിനെ കറക്റ്റ് ആയിട്ട് വീടിട്ട് വേണം. ഫർള് വസ്തു എടുത്തിട്ട് വേണം പിന്നായിട്ട് അല്ലാഹു ഞങ്ങളെ സുന്നത്തിനെ സ്വീകരിക്കല്. അപ്പൊ ആ ഫർളുടെ ഒരിക്കലും മറന്നു പോകണ്ട. ഫർളായ കാര്യം എത്ര ഉണ്ടാം അത് കറക്റ്റായിട്ട് ആക്കിട്ടേ വേണം ചെന്നിട്ടായിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിനെ ചൊല്ലു. എന്നിട്ട് ചൊല്ലു ഫഇന്നമാ തഖലതു മവാസീനു മൻ തഖലതു മവാസീനുഹു യൗമൽ ഖിയാമ ബിത്തിബാഇൽ ഹഖ് ഫിദ്ദുനിയ. ദുനിയാവിൽ നല്ലതൊരു ബാക്കിലുള്ള ഉണ്ട് അവന്റെ അമല് നാളെ തൂങ്ങിയിട്ട് നിൽക്കും. ദുനിയാവിൽ ആര് നല്ല അമലെടുക്കാണ് അവന്റെ തിരാസ് അല്ലെങ്കിൽ അവന്റെ സ്കേല് അവന്റെ മീസാൻ നാളെ ദിന്നായിട്ടിരിക്കും. അതേ സന്ദർഭത്തിലാ ദുനിയാവിൽ പൊട്ടീസാക്കിയിട്ട് ആര് ജീവിക്കാനാണ്, വേണ്ടാത്ത പോലെ ആര് ജീവിക്കാനാണ്, ഇഷ്ടമെന്ന പോലെ ആര് ജീവിക്കാനാണ് അവന്റെ ആ സ്കേല് അലക്ക കുറഞ്ഞിട്ടിക്കൂ അതിൽ ഭിന്നമേക്കല ഇങ്ങനെ ആയിട്ടിക്കോ ചെന്നിട്ടു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലു ഉമറെ അല്ലാഹു തആല ഈ പരിശുദ്ധ ഖുർആനിൽ വെച്ചിട്ട് അല്ലാഹു തആല ചില ജാഗയിൽ അല്ലാഹു സ്വർഗ്ഗത്തെ ആൾമാരെ വിശേഷിച്ചുണ്ട്. ആ സ്വർഗ്ഗത്തെ ആൾമാരെ വിശേഷിച്ചുള്ള ആ സ്വർഗ്ഗത്തെ ആൾമാർ പോണ്ടേ നല്ല നല്ല വിഷയം അല്ലാഹു ചൊല്ല. ആ സ്വർഗ്ഗത്തെ ആൾമാർ നല്ലാക്കിട്ടങ്ങ് സ്വർഗ്ഗത്ത് പോകുമ്പോഴത്തേക്കു അങ്ങനെ മാത്രം എന്തെങ്കിലും തപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു അത് മാഫാക്കി കൊടുക്കുക. അങ്ങനെ ആ സ്വർഗത്തെ വിശേഷിച്ചുള്ള നന്റെ മനസ്സിക്ക് പണ്ടേ നാന് ആ സ്വർഗാവകാശി ആയി പോവേ ആയി ടിക്കുവേ ചൊല്ലതായിട്ടിക്കര് നന്റെ മനസ്സുക്കും വന്നോണ്ടുള്ളേ.
അതേ സന്ദർഭത്തിൽ അള്ളാഹു നരകത്തെ വിഷയം ചൊല്ലുമ്പോഴത്തേക്കും അങ്ങാക്ക് തപ്പട വിഷയം അങ്ങക്ക് ചൊന്നു കൊടുക്കുക, അങ്ങ് അർത്ഥാക്കിട്ട് കൊടുക്കുക. എന്നുണ്ടായെങ്കിൽ ആ ടൈമിലും നന്റെ മനസ്സിൽ പണ്ട് എന്തിനു ചൊന്നില്ലെങ്കിൽ പടച്ചുറപ്പെ ആ നരകത്തെ പോണ്ട ആൾമാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ആക്കണ്ടാക്കിട്ടായിട്ടിക്കര് നന്റെ മനസ്സിൽ പണ്ട്. മാത്രല്ല ഏതൊരു ഖുർആനില് അള്ളാഹു താല റഹ്മത്തിനായത്ത് ചൊല്ലുമ്പോഴത്തേക്കും അതിന്റെ ബാക്കിലെ അള്ളാഹു താല എന്താക്കണം, അദാബിന്റെ ആയത്ത് അള്ളാഹു ചൊല്ലാം. റഹ്മത്തിന്റെ വിഷയ അള്ളാഹുടെ കാരുണ്യത്തിന്റെ വിഷയം ചൊല്ലുമ്പോഴത്തേക്ക് അതിന്റെ ബാക്കിലെ അള്ളാഹു അദാബിന്റെ വിഷയം ചൊല്ലാം. എന്തിനേക്കും ചൊന്നുണ്ടെങ്കിൽ എപ്പോഴും മനുഷ്യ അള്ളാഹുടെ പേടിയും വേണം, അള്ളാഹുടെ ആശയും വേണം. അള്ളാഹുടെ പിന്നെ അള്ളാഹു റഹ്മത്ത് ചെയ്യുക, അള്ളാഹുടെ റഹ്മത്തിനെ ഞങ്ങൾക്ക് അള്ളാഹു ചോദിച്ചു തന്നെ ചൊല്ലേ ആ ഒരു ആശയും വേണോ. അതേപോലെ പടച്ചുറപ്പ് ഞങ്ങളെ നരകത്തിലും വീട്ടിരാജുണ്ട് ആ ഒരു പേടിയും വേണം. ഈ ഒരു ബാലൻസിൽ മനുഷ്യക്കോണ ചൊന്നിട്ടായിട്ടിക്കര് ഉമർ ഖത്താബ് ചൊല്ലു ഈ നന്റെ വസിയത്ത് നിങ്ങൾ നടപ്പിക്കോറും. നിങ്ങളെ ആട്ടിൽ നടക്കുന്ന സന്ദർഭത്തിൽ ഈ വസിയത്ത് നിങ്ങൾ നടപ്പിക്കോറും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തരെ അമല് തൂക്കൊണ്ട് ചൊല്ല വിഷയവും സ്വർഗത്തെ വിഷയവും നരകത്തെ വിഷയവും ഈ നിങ്ങൾ ഖിലാഫത്തിന്റെ കാലത്തിൽ നിങ്ങൾ മറന്നു പോകണ്ട ചെന്നിട്ടും ഉമർ ഖത്താബിനെ വസിയത്താക്കിയിട്ട് ഉമർ ഖത്താബിനെ വിളിക്കര്, ഉമർ ഖത്താബിനെ കടത്തര്. എന്നിട്ടായിട്ടിക്കര് തന്റെ മോല് ആയിഷാബിയുടെ മുട്ട വിളിക്കര്. ആയിഷാബിയുടെ മുട്ട വിളിച്ചിട്ട് ആയിഷ മരട്ടി ചൊല്ലു, ആയിഷ അമ്മ ഇന്ന മുന്തു വല്ലീന അംറൽ മുസ്ലിമീന ലം നഅകുൽ ലഹും ദീനാറ. ആയിഷ ನಾನು ಈ ಅಧಿಕಾರ ವಹಿಸಿಲ್ പിന്നെ ನಾನು മുസ്ലിമീങ്ങളെ ഈ ഗവർണറായിട്ട് അധികാര സ്വീകാരാക്കൽ പിന്നെ ഞങ്ങെന്തും വലിയ ആഡംബര ജീവനം ഞങ്ങൾ ആക്കിയിട്ടില്ല. ഞങ്ങൾ ആറ് ദിർഹമ ഒരാളുടെ ദീനാറും ഞങ്ങൾ തിന്നിട്ടില്ല, ആഡംബര ജീവനാക്കിയിട്ട് ഞങ്ങൾ തിന്നിട്ടില്ല, ഞങ്ങൾ ഇന്നിട്ടില്ല. പിന്നമ്മ ഞങ്ങ പൈക്കരയ്ക്ക് തെല്ല് മാത്രം ഞങ്ങൾ തിന്നറ. അതേപോലെ ഡ്രസ്സും അതേപോലെ ഹൈഫൈ ഡ്രസ്സും ഞങ്ങൾ ഇട്ടിട്ട് ജീവിച്ചിരല്ല. ഔറത്ത് മറക്കണല്ലേ ചൊല്ലേ ആ ഒരു ഡ്രസ്സ് മാത്രമായിട്ട് ഞങ്ങൾ ഇട്ടിട്ട് ജീവിച്ചിര്. പിന്നമ്മ ആയിഷ ഒരു വിഷയം അർത്ഥാക്കണം, وليس عندنا من فيء المسلمين قليل ولا كثير الا هذا العبد الحبشي. അല്ല ആയിഷ, ഞങ്ങൾക്ക് ബൈത്തുൽ മാലിൽ എല്ലാ നാളും ഞങ്ങൾക്ക് ഇത്ര കർച്ചിക്ക് ചൊന്ന് കിട്ടിയോണ്ടിരിക്കും. അങ്ങനെ ബൈത്തുൽ മാലിൽ കിട്ടിയേ ആകെ ഇപ്പൊ ഈ ടൈമിലുള്ള ഈ മരിക്കുന്ന ടൈമിലും ഞങ്ങൾക്ക് ഉല്ലെന്തിരെ ചൊന്നുണ്ടെങ്കിൽ ഈ ഒരു നീക്രോണായ ഈ ഒരു ദാസായിട്ട് ഞങ്ങൾക്ക് ചൊല്ല്. അതേപോലെ ഈ ഒരു വണ്ടയും അതേപോലെ ഞങ്ങ പിന്നെ കിടക്കുമ്പത്തിൽ വേച്ചോണ്ടിന് ഒരു 5 ദീനാർക്ക് സമാവിടെ ഒരു ഒല്ലിയായിട്ടിക്കര് ഒരു പിന്നെ ഒരു ബെഡ്ഷീറ്റ് ആയിട്ടിക്കരുള്ളേ. ആ കാലത്തിൽ നിങ്ങെന്താക്കണം ചൊല്ലുണ്ടെങ്കിൽ ആയിഷമരട്ടികളുടെ ആ മരിക്കുന്ന ടൈമിലുള്ള ബൈത്തുൽ മാലിലെ സ്വത്ത് ചൊല്ലത് ഈ ടൈമിൽ നഗലത്തിലുള്ള 3 വസ്തുവായിട്ടിക്കര്. ഒന്ന് ഒരു അടിമയായിട്ടിക്കര്, രണ്ടാമത് ഒരു ഒണ്ടായിട്ടിക്കര്, മൂന്നാമത് ഒരു ഞങ്ങൾ പയക്കട ഒല്ലിയായിട്ടിക്കര്. ഈ 3 മാത്രമായിട്ടിക്കര് ബൈത്തുൽ മാൽ അല്ലെങ്കിൽ മുസ്ലിം പണ്ടിടെ സ്വത്തു ചൊല്ലത് ഞങ്ങൾ ഇട്ടിക്കൊല്ലേ. ആ കാലത്തിൽ ആയിഷ ഉമർ നാന് മാത്തു മറിച്ചുണ്ടായെങ്കിൽ നാന് മറിച്ചു പിന്നെ മറിച്ചണ്ട് ഇതെല്ലാം നിങ്ങൾ ബൈത്തുൽ മാൽ റിട്ടേൺ കടത്തുന്നു. ഉമർ ഖത്താബായിട്ടിക്കര് നെക്സ്റ്റ് ഖലീഫയായിട്ട് പണ്ട്. ആ കാലത്തില ഈ 3ഉം ഞങ്ങൾക്ക് വേണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ഇങ്ങനെ പണ്ടുകൊല്ലതായിട്ടിക്കര്. ആ കാലത്തില അത് നക്കബേനായിട്ട് നന്റെ അധികാരത്തിൽ നിൽക്കുമ്പോൾ തന്നുണ്ടായെങ്കിൽ പോലും നന്റെ ഒപ്പാത്തിൽ പിന്നെ ഇത് ഔത്തിരിക്കൊരു തീരാം, ഇത് നിങ്ങൾ അങ്ങനെ റിട്ടേൺ കടത്തുന്നു ചെന്നിട്ടും ആയിഷ ഉമറിലുള്ളവട്ടിക്ക് മഹാനായ അബൂ ബക്കർ ചൊല്ലു ഒബ്രഹിമിൻഹുന്ന ഇതെന്തും ഔത്തുൽ ബൈക്കണ്ട ചെന്നിട്ട് ഇങ്ങനെ ചൊല്ലുമ്പോത്തുക ആയിഷ ഉമറിലുള്ളവണ് ചൊല്ലു ആയിത്ത് ബാപ്പ നിങ്ങൾ ചെന്ന പോലെമേ ഞാൻ ആക്കട ചെന്നിട്ടു മഹാനായ ആയിഷ ബിക്കറിലുള്ളവണ്ണ ബാപ്പറെ മുന്നിൽ സമ്മതിക്കരുത്. അങ്ങനെ അബൂ ബക്കർ സിദ്ദീഖുള്ളവണ്ട് ഒപ്പാത്തിൽ പിന്നെ ആയിഷ ഉമറിലുള്ളവണ്ണ ഈ 3 ഐറ്റമുടെയും ഉമർ ഖത്താബ് അധികാര ഖിലാഫത്ത് വഹിച്ചത്. ആ ഉമർ ഖത്താബിന്റെ ഖിലാഫത്തിന്റെ സന്ദർഭത്തിൽ ഈ 3 വസ്തുരയും ആയിഷ ഉമറിലുള്ളവണ്ണ അബൂ ബക്കർ സിദ്ദീഖുള്ളവന്റെ മുട്ട കടത്തുമ്പത്തുക സുബ്ഹാനല്ലാഹ് അബൂ ബക്കർ സിദ്ദീഖ് ഒട്ടികമേ ചൊമ്മ ആൽമാർ മുട്ടിക കൂടി ഉള്ളാറ്. ഇത് കാണുമ്പത്തുക സുബ്ഹാനല്ലാഹ് അബൂ ബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബിലുള്ളവൻ പുൽപ്പിട്ട് വൈദ്യുതി ചെന്നിട്ടായിട്ടിക്കര്. മാത്രല്ല ഉമർ ഖത്താബിന്റെ പുൽപ്പ് കണ്ടിട്ട് അവിടെ കൂടെ ഉള്ള എല്ലാ ആൾമാരും ഉമർ ഖത്താബിലുള്ളവൻ ഈ 3 വസ്തു കണ്ടിട്ടാകുമ്പത്തുക കണ്ണിടെ തണ്ണി വെറും മുഖത്തിൽ മാത്രം ബാക്കിയാ വേണ്ടിട്ട് അത് ഇങ്ങനെ ഇഞ്ഞോട്ട് ഭൂമി കിറ്റിട്ട് ചെന്നിട്ടായിട്ടിക്കര്. മാത്രല്ല ഇത് കണ്ടിട്ട
കൂടെയുള്ള എല്ലാ ആൾമാരും ഉൾപ്പെട്ടു പോയാറ്. എന്നിട്ട് ഉമർ ഖത്താബ് ചെന്നർ പറഞ്ഞുകൊണ്ടു റഹിമല്ലാഹു അബൂബക്കറിൻ ലഖദ് അത്വബ മൻ ബഅദഹു റഹിമല്ലാഹു അബൂബക്കറിൻ ലഖദ് അത്വബ മൻ ബഅദഹു റഹിമല്ലാഹു അബൂബക്കറിൻ ലഖദ് അത്വബ മൻ ബഅദഹു. ഓ അല്ലാഹു അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. പിന്നെ പണ്ട് ആൾമാർക്ക് വലിയൊരു പാടായിട്ട് ഞങ്ങൾക്ക് അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു നിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലും ഇത്ര വലിയ ഗവർണറായിട്ട് പോലും ബൈത്തുൽ മാലിൽ 3 വസ്തുവായിട്ട് മരിക്കുന്ന ടൈമിൽ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു ഔത്തുന്നുണ്ടെങ്കിൽ ആ 3ഉം ഞങ്ങൾക്ക് റിട്ടേൺ കടത്തിയിട്ട് ഈ 3ഉം വേണ്ടാത്ത് റിട്ടേൺ കടത്തിയിട്ട് എത്രത്തോളം സൂക്ഷ്മത ഉള്ള ആളായിട്ടിരിക്കും, എത്രത്തോളം 10 ആൾമാരെ സൂത്ര വിഷയത്തില് സൂക്ഷ്മത ഉള്ള ആള് ചെന്നിട്ടു ഭയങ്കരമായിട്ട് പുൽപ്പിട്ട് വൈദ്യുതി ചെന്നിട്ടായിട്ടിരിക്കും ചരിത്ര വെളിപ്പാട്ട്. മാത്രല്ല കൂടുതൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചെന്നു അല്ല ഉമർ ഖത്താബേ ഇതെല്ലാം ചെറിയ ഐറ്റം അല്ലേ, ഞങ്ങെന്താക്കുക അങ്ങനമേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്ക് റിട്ടേൺ കടത്തുവാ ചെന്നിട്ടു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിലേക്ക് ചൊല്ലുമ്പോഴത്തേക്കും അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നു വേണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഷ്ടമില്ലാത്ത ഒരു വിഷയം 2 ഖിലാഫത്ത് വഹിച്ചിട്ട് നാനും അതെന്താക്കില്ല ഇഷ്ടപ്പെടില്ല ആ കാലത്തില് വേണ്ട അത് കൊണ്ടുപോയിട്ട് അതേപോലെ ബൈത്തുൽ മാൽ മുസ്ലിമീങ്ങളെ ഫണ്ടില് അവിടെ അത് ബെച്ചിപ്പിടവർ ചെന്നിട്ടു ഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചെന്ന സംഭവം ഇമാമിങ്ങൾ രേഖപ്പെടുത്തുறாரு. മാത്രല്ല ഒന്നും കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മോലെ വിളിച്ചു മോലെ നാന് അധികാര വഹിച്ചിട്ട് നയിക്കൊണ്ടു പോയേണ്ടിരുന്ന സന്ദർഭത്തില് ನಾನು ಅಧಿಕಾರ ವಹಿಸಿದ ಟೈಮಲು ನಕ್ಕೆ ಬೈತುಲ್ ಮಾಲ ಸುತ್ತು ನಕ್ಕೆ ಆಗ್ರಹನೇ ಇಲ್ಲ ಅಂತ ಅವರ ಆಸನೆ ಇಲ್ಲ ಅಂತ ನಾನು ಡೈಲಿ ನೈಕೊಡು പോയ ആ നൈക്കൊണു പോണ്ടിದ್ರೆ നിപ്പാട്ടിയെ ഉമർ ഖത്താബ് ആയിട്ടിരിക്കും, നൈക്കൊണു പോണ്ട നിപ്പാട്ടി ഉമർ ഖത്താബ് ആയിട്ടിരിക്കും. ആ കാരണത്തില ഞങ്ങൾ ചൊമ്മയായിട്ടിരിക്കും ബൈത്തുൽ മാലിലെ സ്വത്ത് ഞങ്ങൾ വന്നിരും. ആ കാരണം നീ എന്താക്കുന്നു ചൊന്നുണ്ടെങ്കിൽ അതെ നന്റെ ഇന്ന ജാഗയിൽ ഒരു തോട്ടുണ്ടു അത് നിങ്ങൾ എന്താക്കണം ചെന്നിട്ടുണ്ടെങ്കിൽ ബൈത്തുൽ മാൽ കേൾപ്പിക്കണു. കാരണം എന്താ ചെന്നിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ഞങ്ങളുടെ ജീവനത്തിൽ ഞങ്ങൾ ബൈത്തുൽ മാലിലെ സ്വത്തായിട്ട് കയറി ഞങ്ങൾ തിണ്ടോണ്ടിന്ന്. ആ കാരണത്തിൽ ഐക്ക് പകരമായിട്ടും നിങ്ങൾ എന്താക്കണം ആ തോട്ടത്തെയും ബൈത്തുൽ മാലിൽ നിങ്ങൾ വിട്ടുകൊടുക്കണം ചെന്നിട്ടായിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ലാസ്റ്റ് മരിക്കുന്ന സന്ദർഭത്തിൽ ആ തോട്ടത്തെ ഇങ്ങനെ വിട്ടുകൊടുക്കേ ആ ഒരു പലക കേൾക്കുമ്പോഴത്തേക്ക് യർഹമുല്ലാഹു അബൂബക്കർ സുബ്ഹാനല്ലാഹ് ഉമർ ഖത്താബ് ചൊല്ലുന്നു അല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റഹ്മത്ത് ചെയ്യട്ടെ. എന്തൊരു നല്ല പാടായിട്ട് ഇതിൽ ഞങ്ങൾ ഉള്ളേ ചെന്നിട്ടു ഉമർ ഖത്താബ് ചൊന്നുപോയി ചെന്നിട്ടായിട്ട് ആ നിമിഷത്തോളം ഇത്രത്തോളം തന്റെ ജീവനത്തെ ഇത്രത്തോളം ഇത്രയും സൂക്ഷ്മമായിട്ട് ജീവിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കുന്ന സന്ദർഭത്തിലും ഇത്രയും ജാഗ്രതാക്കിത്തല്ലേ ചൊല്ലതായിട്ട് ഉമർ ഖത്താബിന്റെ വിചാരിച്ചിട്ട് ഉൾപ്പെട്ടുണ്ടായിട്ട് ചരിത്ര വെളിപ്പാട്ടുണ്ടായെങ്കിൽ അയാളുടെ വസിയത്ത് ഇനം നിൽക്കില്ല, കുടുംബത്തങ്ങളെ ഒട്ടിയെ വിളിച്ചിട്ട് ആക്കുന്ന വസിയത്തുണ്ടോ ഇൻഷാ അല്ലാഹ്. അതിനാണ് ആലോചിച്ചുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഹാന്മാരെ ധാരാളം മനാഖിബ് അത് ചൊല്ലണും ഞങ്ങൾ അത് പഠിക്കണും അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അതിനെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഞങ്ങൾ ചൊമ്മാൽമാർ ഉസാരില്ലാണ്ടുള്ളാർ എൻ്റെ പെങ്ങളടക്കം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളാർ. അതേപോലെ ഞങ്ങളുടെ റായത്തിൽ ചൊമ്മാൽമാർ ഉസാരില്ലാണ്ടുള്ളാർ സിറാജ് പിന്നെ പണിയായിട്ട് ചൊമ്മനാൾ അബ്ദുൽ ബാക്കിയായിട്ട് അല്ലാഹു തആല പൂർണ്ണമായിട്ടും ശിഫ കൊടുക്കട്ടെ. ഈ മനാഖിബിനെ ബർക്കത്ത് കൊണ്ടും ആരെല്ലാം എന്തെല്ലാം രോഗത്തിൽ ഞങ്ങളുടെ റായത്തിലുള്ളാർ എല്ലാവർക്കും അല്ലാഹു തആല പൂർണ്ണമായ ശിഫ അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.